ഒരു കെ അരി നമുക്ക് പ്രതീക്ഷിക്കാമോ? തീർച്ചയായും ഭാരത് സർക്കാർ ഭാരത് അരി ഇറക്കിയത് കൊണ്ട് തന്നെ കേരള സർക്കാർ കെ അരി ഇറക്കിയാലും അത്ഭുതപ്പെടാനില്ല. ഭക്ഷ്യമന്ത്രി GR അനിൽ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് കേരളത്തിന്റെ ബദൽ? മാതൃഭൂമി അതിന് ഒരു അന്വേഷണവും അതിനൊരു ഒരു ഫീച്ചറും കാണാനിടയായിട്ടുണ്ട്. മാതൃഭൂമിയുടെ മനസ്സിലെ ആശയം തന്നെയാണ് ഞങ്ങൾ നേരത്തെ ചിന്തിച്ചത്. FCയിൽ നിന്ന് OMS സ്കീം അനുസരിച്ച് ഞങ്ങളെടുത്ത് അരി 23-24 രൂപയ്ക്ക് കൊടുത്തിരുന്ന ഒരു സിസ്റ്റം കേരളത്തിലുണ്ട്. ആ സിസ്റ്റം അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ജനങ്ങൾക്ക് ആ വിലയിൽ 23 രൂപയ്ക്ക് 24 രൂപയ്ക്കും വാങ്ങിയിരുന്ന അരിയാണ് 29 രൂപയ്ക്ക് ഭാരത് റൈസ് എന്ന് പറഞ്ഞ് വാങ്ങേണ്ടി വരുന്നത്. കേരളത്തിൽ അതേ ക്വാണ്ടിറ്റി അരി ജനങ്ങൾക്ക് കൊടുത്ത് ജനങ്ങൾക്ക് ആശ്വാസം പകരാൻ കഴിയുമോ എന്ന ചിന്ത ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്കും സപ്ലൈകോയുടെ CMDക്ക് നൽകിയിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ ആരാഞ്ഞ് ഒരാഴ്ചയ്ക്കുള്ളിൽ അതിനൊരു പരിഹാരത്തെക്കുറിച്ച് കാണുകയാണ്. ഈ അരി കണ്ടെത്താനുള്ള ഒരു മാർഗം ഉണ്ടാകുന്നുണ്ടോ? അത് ഏത് രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്? തെക്കേ ഇന്ത്യയിൽ നമ്മൾ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന അരി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിൽ പരമാവധി വില കുറച്ച് കിട്ടാനുള്ള സാധ്യതയെക്കുറിച്ചും 2 OMS സ്കീമിലേക്ക് തിരിച്ചെത്താൻ കഴിയുന്ന നിയമപരമായ നടപടികളെക്കുറിച്ചും 3 നമ്മുടെ മാർക്കറ്റിൽ നമ്മുടെ കൃഷിക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന കുത്തരി, ചമ്പാവരി, അതിൻ്റെ ശേഖരണത്തിന് എത്ര കണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയും. ഇങ്ങനെയുള്ള പല വഴികൾ തേടുകയാണ്. ഭാരതരി ഈ മൊബൈൽ ഫോൺ നമ്പർ അടിസ്ഥാനമാക്കിയൊക്കെയാണ് കൊടുക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഈ ഒരു ബദൽ ആലോചിക്കുമ്പോൾ നടപ്പായാൽ അത് ഏത് രീതിയിലായിരിക്കും വിൽക്കാൻ സാധിക്കും? ഇതിനൊരു കണക്കും വഴക്കമൊന്നുമില്ലാതെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അരി മാർക്കറ്റിൽ പലർക്കും കൈയടക്കാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കുകയാണ്. ഇതൊരു തിരഞ്ഞെടുപ്പിൻ്റെ ചീപ്പായ പബ്ലിസിറ്റിക്ക് വേണ്ടി ഇത്തരം ഒരു മാർഗം സ്വീകരിക്കുകയാണെന്നാണ് എന്നെപ്പോലുള്ള ആളുകൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഗവൺമെൻറ് ചെയ്യുമ്പോൾ റേഷൻ കാർഡ് അതൊരു മാനദണ്ഡമാക്കിയെടുത്ത് അത് ഗവൺമെൻറ്റിൻ്റെ സംവിധാനത്തിലൂടെ വിതരണം ചെയ്യുകയാണ് ഞങ്ങൾ കാണുന്നത്. രാഷ്ട്രീയ അരിയാണോ ഇത്? പച്ചയായ രാഷ്ട്രീയ അരിയാണ് എന്ന് മാത്രമല്ല, ഈ അരി വിതരണം ചെയ്യേണ്ടുന്നത് എങ്ങനെ? 23 രൂപയ്ക്ക് കേരളം കൊടുത്തിരുന്നത് അതൊരു 20 രൂപയ്ക്ക് കൊടുക്കുന്ന നിലപാട് സ്വീകരിച്ചാൽ മനസ്സിലാക്കാമായിരുന്നു. ഈ ബദലിലും ഒരു രാഷ്ട്രീയം അവരും ആരോപിക്കുന്നു. മാർച്ച് മാസം, ഏപ്രിൽ മാസം ഉത്സവത്തിൻ്റെ മാസമാണ് കേരളത്തിൽ. അപ്പോൾ ആ കാലഘട്ടത്തിൽ എങ്ങനെ നമുക്ക് മാർക്കറ്റിൽ ആളുകളെ പോകാതെ ജനങ്ങളെ സഹായിക്കാം? അതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് ഞാൻ കത്തെഴുതുക നേരിട്ട് പോയി പറഞ്ഞത്. കേന്ദ്രം നൽകുന്ന ഭാരത് അരി പച്ചരിയാണ്. സംസ്ഥാനം അരി ഒരുക്കുമ്പോൾ അത് എന്തരിയായിരിക്കും? ഞങ്ങൾ ആഗ്രഹിക്കുന്ന മലയാളികൾ കഴിക്കുന്ന ഉച്ചഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന അരി CMR കൺവെൻഷനായിട്ടുള്ള നമ്മുടെ ചമ്പാവരിയാണ്. ഈ ജയ പോലത്തെ അരിയാണ് വടക്കൻ ജില്ലകളിൽ ഉപയോഗിക്കുന്നത്. അതിന് പ്രാധാന്യം കൊടുക്കുക. ഒരു കുടുംബത്തിന് 10 കിലോ കൊടുക്കാൻ കഴിയുമോ എന്നാണ് ആലോചിക്കുന്നത്. ഭാരതരിക്ക് ബദൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കേരള അരി ആയിരിക്കും. കേരളത്തിൻ്റെ ഒരു തനിമ എല്ലാത്തിനും വേണമല്ലോ. അത് കെ എന്ന് പറയുന്നതിൻ്റെ കാരണം കേരളം എന്നാണ് ഉദ്ദേശിച്ചത്. അത് ആ താല്പര്യമാണ് കേരള സ്റ്റോർ തുടങ്ങിയത്, കെ സ്റ്റോർ. ഈ പബ്ലിസിറ്റിയും മുഖ്യമന്ത്രിയുടെ പടവും അല്ലെങ്കിൽ ഭക്ഷ്യമന്ത്രിയുടെ പടവും ഇങ്ങനെയെല്ലാം കാണിച്ച് ഇത് കേരളമാണെന്ന് ബ്രാൻഡ് ചെയ്ത് അതിന് അങ്ങനെ ഒരു പ്രവർത്തനത്തെക്കുറിച്ച് ഞങ്ങൾ ഒരു കാര്യത്തിലും ചിന്തിക്കാറില്ല. സപ്ലൈകോ ആലോചിക്കുമ്പോൾ അതിൻ്റെ പേര് ആ രീതിയിൽ കണ്ടെത്തും എന്നുള്ളതാണ്. മലയാളികൾ കൂടുതലായി കഴിക്കുന്ന അരി ഇനങ്ങൾ തന്നെ വിപണിയിലെത്തിക്കാനുള്ള തയ്യാറെടുപ്പ് ഊർജിതമായി നടക്കുകയാണ്. ക്യാമറമാൻ VS ബിജുവിനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.